നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ.യു. ജനീഷ് കുമാർ എം.എൽ.എക്കെതിരെ വിവാദം കത്തിപ്പടരുന്നു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറി ചെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും നിന്നെയൊക്കെ കത്തിക്കുകയും എന്നുള്ള വെല്ലുവിളികളും കൊലവിളികളും നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അധികാരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഹുങ്കാണോ എന്നും പോലീസുകാരെയും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും കാക്കിയിട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ ചവിട്ടി മെതിക്കുന്ന നിലപാടാണ് ഇടത് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ്. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ കേസിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ നേരിട്ടെത്തി ബലമായി മോചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് അടി നടക്കുകയാണ്. ഒരു വിഭാഗം ജനീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടും എന്നാൽ മറ്റൊരു വിഭാഗം ഇത് ഗുണ്ടായിസമാണെന്ന് പറഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് ജനീഷ് കുമാർ മോചിപ്പിച്ചത്. കൈതകൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിൽ കൂടിയ തോതിൽ വൈദ്യുതി കടത്തിവിട്ടതാണ് ആന ഷോക്കടിച്ച് ചരിയാൻ കാരണമെന്ന് വനം വകുപ്പ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളെയും സഹായിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞെത്തിയ എം.എൽ.എ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ എം.എൽ.എ എത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ജനീഷ് കുമാർ അവിടെ പോയി ഒരു ഷോ ഉണ്ടാക്കുന്നത് വീഡിയോ ചിത്രീകരിക്കാൻ ആളെയും കൂട്ടിയാണോ പോയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഷോ കാണിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നുള്ള പരിഹാസങ്ങളൊക്കെ ഇപ്പോൾ ജനീഷ് കുമാറിന് നേരെ ഉയരുകയാണ്. അതായത് ഫോറസ്റ്റ് ഓഫീസിലെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ എം.എൽ.എ വെല്ലുവിളിക്കുന്നതിൻ്റെ വീഡിയോകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണോ എന്നുള്ള ഒരു പരിഹാസം വരുന്നുണ്ട്. കോന്നി ഡിവൈഎസ്പിയെയും കൂട്ടിയാണ് എം.എൽ.എ ഫോറസ്റ്റ് ഓഫീസിലെത്തിയത്. കള്ളക്കേസ് എടുത്ത് പാവങ്ങളെ കസ്റ്റഡിയിലെടുക്കുന്നോ? തോന്നിവാസം കാണിക്കരുത്. എടാ, നീയൊക്കെ മനുഷ്യനാണോ? നിയമപരമായിട്ടാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? എവിടെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് എന്നൊക്കെ ജനീഷ് കുമാർ ചോദിക്കുന്നുണ്ട്. രണ്ടാമതും നക്സലുകൾ വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും എം.എൽ.എ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസ് എടുക്കാൻ ശ്രമിക്കുന്നുവെന്നും നടപടിക്രമങ്ങൾ പാലിച്ചല്ല കസ്റ്റഡിയെന്നും എം.എൽ.എ ആരോപിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കത്തിക്കുമെന്നും രണ്ടാമതും ഇവിടെ നക്സലുകൾ വരുമെന്ന് പറഞ്ഞ് എം.എൽ.എ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നുണ്ട്. മനുഷ്യന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ടെന്നും ജനീഷ് കുമാർ പറഞ്ഞു. വനം വകുപ്പിന്റെ പാടം ഓഫീസിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ആ സമയത്ത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ വെറുതെ എം.എൽ.എ പേടിച്ച് നിൽക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കുളത്തുമൺ എന്ന സ്ഥലത്ത് സ്വകാര്യ തോട്ടത്തിൽ വെച്ച് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തോട്ടം ഉടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുക്കുകയായിരുന്നു. ഈ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിന്റെ സുഹൃത്തിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ വാസു എന്നയാളെയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത്. തുടർന്നായിരുന്നു ഈ വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇവിടേക്ക് ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ടായിരുന്നു ജനീഷ് കുമാർ എത്തിയത്. ഇതിൻ്റെ വീഡിയോകൾ പുറത്തു പോയതോടുകൂടിയാണ് എം.എൽ.എ ഷോ ഇറക്കിയതാണ് എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചില വിവാദങ്ങൾ കത്തിപ്പടരുന്നതും പരിഹാസങ്ങളൊക്കെ വരുന്നതും. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആ സാധാരണക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കടമയാണ് ജനീഷ് കുമാർ നിർവഹിക്കാൻ പോയതെങ്കിൽ എന്തിനാണ് അവിടെ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ ആളെയും കൊണ്ട് പോയത് എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ശക്തമാകുകയാണ്. ഇതുമാത്രമല്ല, അവിടെ ചെന്ന് നിന്ന് ജനീഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയൊരു വിവാദമായി കത്തിപ്പടരുന്നതും. ഇവിടെ നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കത്തിക്കും എന്നൊക്കെ പറയാൻ എം.എൽ.എക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതോ ഭരിക്കുന്നതിൻ്റെ ധാർഷ്ട്യമാണോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ജനീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടും പലരും രംഗത്ത് വന്നിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാറില്ല എന്നും ഇവിടെ എത്ര പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്നും അപ്പോഴൊന്നും നിങ്ങൾക്കില്ലാത്ത ഉത്തരവാദിത്തം ഇപ്പോൾ എവിടെ നിന്നാണ് ഉദിച്ചു വന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരെ, മലയോര മേഖലയിലെ പാവങ്ങളെ
വന്യമൃഗങ്ങൾ കൊല്ലുകയാണ്. ആന ചവിട്ടിക്കൊന്ന എത്ര സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്തും കാട്ടുപന്നിയുമൊക്കെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുകയാണ്. അപ്പോഴൊന്നും ഈ ഉത്സാഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണാറില്ലല്ലോ എന്നും ഒരു കേസെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നീതി ഉറപ്പാക്കാനോ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാറില്ല. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുപോലെയുള്ള തരികിട പരിപാടികൾക്ക് കയറി വന്ന് സാധാരണക്കാരെ കുത്തിനു പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന നിലപാടാണ് പുറത്തെടുക്കുന്നതെന്നും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും ജനീഷ് കുമാർ ചെയ്തതാണ് കൃത്യമായ നടപടിയെന്നും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി KU ജനീഷ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാട്ടാന പ്രശ്നത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറെ പേരെ കൊണ്ടുപോയി എന്നറിയുന്നത്. ഇതിൽ ഉൾപ്പെട്ട ഇയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. DYSPയുമൊത്താണ് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയത്. 7 പേരെയാണ് ഇവർ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ പ്രതികളാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അതല്ല വിവരങ്ങൾ ചോദിച്ചറിയാനാണെങ്കിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തണം. അല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് അംഗീകരിക്കാനാകില്ല എന്നും MLA പ്രതികരിച്ചു. ജനങ്ങൾ വല്ലാത്ത മാനസികാവസ്ഥയിലായതിനാലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചതെന്ന് MLA വ്യക്തമാക്കി. പെട്ടെന്നുള്ള പ്രകോപനമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ജനീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈബർ പോരാളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജനീഷ് കുമാറിനെ തെറി വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം ചില കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ഇടുമ്പോൾ അതിൽ ചെന്ന് ശത്രുക്കളെ കൊത്തിപ്പറിക്കുകയാണ് ജനീഷ് കുമാറിൻ്റെ ടീം. സംഭവം എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. MLA കയറി ചെന്നവരെ ശകാരിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ വീഡിയോ പ്രചരിച്ചതോടെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നാണം കെട്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.